ജില്ലയുടെ സമ്പൂർണ്ണ വികസനത്തിന് ജനസംഖ്യാനുപാതികമായി പുതിയ ജില്ല അനിവാര്യമാണെന്ന് കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ കമ്മിറ്റി. ജില്ലയുടെ അടിസ്ഥാന വികസനത്തിന് സൗകര്യപ്രദമായ രീതിയിൽ പുതിയ ജില്ലയും അനുബന്ധ സൗകര്യങ്ങളും ഏർപ്പെടുത്താൻ കേരള സർക്കാർ മുന്നോട്ട് വരണമെന്നും മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി പറഞ്ഞു. മനുഷ്യർക്കൊപ്പം എന്ന ശീർഷകത്തിൽ ജനുവരി 1 മുതൽ 16 വരെ നടക്കുന്ന കേരള യാത്രയുടെ പ്രചരണ സന്ദേശയാത്ര മലപ്പുറം കൊണ്ടോട്ടിയിലെത്തിയപ്പോൾ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദീർഘകാലമായ SDPI ഉയർത്തുന്ന ആവശ്യമാണ് മലപ്പുറം ജില്ലാ വിഭജനം. ഈ ആവശ്യമാണ് വീണ്ടും സജീവമായി ചർച്ചയാകുന്നത്. ജനങ്ങളുടെ സൗകര്യത്തിനു വേണ്ടി മലപ്പുറം ജില്ല രണ്ടായി വിഭജിക്കണം. 2011 കണക്കനുസരിച്ച് 42 ലക്ഷം ജനങ്ങളുണ്ട്. ഒരു കളക്ടറുടെ കീഴിലാണ്. അതുപോലെ ഒരു താലൂക്ക് ആശുപത്രിയുടെ സൗകര്യം പോലുമില്ലാത്ത ഒരു മെഡിക്കൽ കോളേജിന് കീഴിലാണ് ജില്ല. യഥാർത്ഥത്തിൽ പത്തനംതിട്ടയെ അപേക്ഷിച്ച് മലപ്പുറം ജില്ലയെ 4 എണ്ണമെങ്കിലും ആക്കണം, അദ്ദേഹം പറഞ്ഞു. ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾക്ക് ആഴ്ചയിൽ വാഹനങ്ങൾ മാറി മാറി വാങ്ങാൻ ഫണ്ടുണ്ട്. ഇപ്പോൾ ഉപയോഗിക്കുന്ന വാഹനം 1/2 കോടിയുടേതാണെങ്കിൽ ഇനി 3 കോടിയുടേത് വാങ്ങാൻ ഫണ്ടിന്റെ പ്രശ്നമില്ല. പത്തനംതിട്ടയിൽ 11 ലക്ഷം ആളുകളാണ്. അവിടെ ഒരു മെഡിക്കൽ കോളേജും ഒരു കളക്ടറുമുണ്ട്. തിരുവനന്തപുരത്ത് പോലും 33 ലക്ഷം ആളുകളാണ് ഉള്ളൂ. മലപ്പുറത്ത് 42 ലക്ഷം മനുഷ്യന്മാരാണ്, അദ്ദേഹം പറഞ്ഞു. ജില്ലയിലെ ജാതി മതഭേദമന്യേയുള്ള 45 ലക്ഷത്തിലധികം മനുഷ്യരെ മുഖവിലക്കെടുക്കാൻ സർക്കാർ തയ്യാറാകണം. ജില്ലയിലെ പ്രധാന പട്ടണങ്ങളും ടൗണുകളും ബന്ധിപ്പിച്ച് പ്രത്യേകിച്ച് രാത്രിയിലും പകലിലും KSRTC ബസ് സർവീസ് അടിയന്തരമായി തുടങ്ങി സാധാരണക്കാർക്ക് യാത്രാ സൗകര്യം ഒരുക്കാമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തിരൂർ കേന്ദ്രമാക്കി പുതിയ ജില്ല രൂപീകരിക്കണമെന്നാണ് കുറുക്കോളി മൊയ്തീൻ MLA നേരത്തെ ആവശ്യം ഉന്നയിച്ചത്. പിന്നാലെ PV അൻവറും ഈ ആവശ്യം ഉയർത്തി രംഗത്ത് വന്നിരുന്നു. UDF പ്രവേശനം സാധ്യമായതോടെ ഇതിനുള്ള നീക്കം അൻവർ സജീവമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പുതിയ ജില്ലയ്ക്ക് വേണ്ടി പ്രമേയം പാസാക്കിയിരുന്നു. SDPI പ്രധാന അജണ്ടയായി ആവശ്യമുന്നയിച്ച് പ്രചരണം നടത്തിയിരുന്നു. വിവിധ സമരങ്ങളുടെ ഭാഗമായി അവർ ജില്ലാ ഹർത്താൽ ആചരിക്കുകയും ചെയ്തു. 47 ലക്ഷം പേർക്ക് ലഭിക്കാവുന്ന സൗകര്യങ്ങൾ മലപ്പുറം ജില്ലയിൽ ഇല്ല എന്നതാണ് ഈ ആവശ്യമുന്നയിക്കുന്ന എല്ലാവരും മുന്നോട്ട് വയ്ക്കുന്നത്. തിരൂർ കേന്ദ്രീകരിച്ച് ജില്ലാ ആശുപത്രിയും സബ് കളക്ടർ RTO വിദ്യാഭ്യാസ ഓഫീസ് എന്നിവ പ്രവർത്തിക്കുന്നതിനാൽ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ സാധിക്കുമെന്നതും എടുത്തു പറയേണ്ടതാണ്. എന്നാൽ മലപ്പുറം ജില്ലാ ആവശ്യത്തെ CPM തള്ളിയിരുന്നു. PV അൻവർ മുന്നോട്ട് വയ്ക്കുന്ന ജില്ലാ വിഭജനം ഉൾപ്പെടെയുള്ള മുദ്രാവാക്യങ്ങൾ മതരാഷ്ട്ര കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ മുദ്രാവാക്യങ്ങളാണെന്ന് തിരിച്ചറിയണമെന്നാണ് CPM പ്രതികരിച്ചിരുന്നത്. SDPI അടക്കമുള്ളവരെ ലക്ഷ്യം വെച്ചാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നത്. തിരൂർ കേന്ദ്രമാക്കി മലപ്പുറത്ത് പുതിയൊരു ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യം SDPI ആണ് കാര്യമായി ഉന്നയിച്ചു വരുന്നത്. കോൺഗ്രസ്, ലീഗ്, SDPI, ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്നതെന്ന് CPM ചൂണ്ടിക്കാണിക്കുന്നു.